നമ്മുടെ കുടുംബത്തിൽ ആത്മീയമായി രോഗികളായിട്ടുള്ളവരുണ്ട്, വൈകാരികവും മാനസികമായിട്ടുള്ള വ്യത്യസ്തതകളുള്ളവരുണ്ട്, ഫിസിക്കലി ശാരീരികമായി ബുദ്ധിമുട്ട്. ഇവരോടൊക്കെ നമ്മൾ എങ്ങനെ പെരുമാറണം, നമ്മളെങ്ങനെ ഇവരോട് റെസ്പോണ്ട് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെയല്ലേ കിടക്കുന്നത്. ആത്മീയമായിട്ട് രോഗികളായിട്ടുള്ളവർ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമില്ല, ഒട്ടും വിശ്വാസമില്ല, പള്ളിയിൽ പോവുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, ദൈവമേ എന്ന് വിളിക്കുകയില്ല. മാത്രമല്ല പള്ളിയിൽ പോകുന്നവരെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പള്ളിയിൽ പോകുന്നത്, ഇനിയിപ്പോൾ കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ പുള്ളി സുഹൃദേവൊക്കെ ചൊല്ലി വീട്ടിലിരിപ്പുണ്ടാവും. അപ്പം അങ്ങനെ വല്ലാതെ ആത്മീയമായ രോഗികളായിരിക്കുന്നവർ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകാം. അതല്ല എങ്കിൽ ചിലപ്പോൾ പാപത്തിൻ്റെ അടിമത്തത്തിൽ, ചില ദുശീലങ്ങളുടെ അടിമത്തത്തിൽ കഴിയുന്നവർ, അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റാത്ത മനസ്സുമായിട്ട് കഴിയുന്നവർ, വെറുപ്പോടുകൂടി കഴിയുന്നവർ, അങ്ങനെ ആത്മീയ തലത്തിൽ രോഗികളായിട്ടുള്ളവർ കുടുംബത്തിലുണ്ട്. അനുസരണക്കേട്, അനുസരിക്കുകയില്ല, എന്നാ പറഞ്ഞാലും അനുസരിക്കുകയില്ല, ഒന്നിനും കൂട്ടാക്കാത്തവർ, അഹങ്കാര സ്വഭാവമുള്ളവർ, ഞാനെന്നുള്ള ഭാവം, പിന്നെ എന്നെയാണോ നന്നാക്കാൻ പോകുന്നത്, എന്നെ നന്നാക്കാനൊന്നും നോക്കണ്ടേ, എനിക്കറിയാടി എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന്, എനിക്കറിയാടോ എങ്ങനെയൊക്കെ പോകേണ്ടതെന്ന്, നിങ്ങൾ എന്നെ നന്നാക്കാനൊന്നും വരണ്ട. അപ്പം ഇങ്ങനെയുള്ള ചിലപ്പോൾ ജീവിത പങ്കാളി ഉണ്ടാകും, ഭാര്യ ഉണ്ടാകാം, ഭർത്താവ് ഉണ്ടാകാം, മക്കളുണ്ടാകാം, എന്നാ പറഞ്ഞാൽ അനുസരിക്കാത്ത ടീമുകൾ. അവസാനം പറഞ്ഞ് പറയുന്ന ആള് മടുക്കും, അല്ലെങ്കിൽ പറയുന്ന ആളുടെ വായലെ വെള്ളം പറ്റുന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു മാറ്റമില്ലാത്ത ചില സാധനങ്ങൾ വീട്ടിലുണ്ടാകും. ഉണ്ടോ? കാണുമായിരിക്കും, ഉറക്കെ പറയണ്ട കേട്ടോ, ഉറക്കെ പറയാതിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒരാൾ നമ്മുടെ കുടുംബത്തിലുണ്ട്. ചിലപ്പോൾ കുറച്ചധികം നാളെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, വല്ലാത്തൊരു ഭാരമാണ് നമ്മുടെ കുടുംബത്തിൽ, എന്നൊരു സങ്കടമാണത്. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളായിരിക്കാം, കുടുംബത്തിലെ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവരായിരിക്കാം, ഒരു പക്ഷേ കുടുംബത്തിൽ നിങ്ങളുടെ സഹോദരനായിരിക്കാം, സഹോദരി ആയിരിക്കാം. ഒരു സഹോദരൻ കല്യാണം കഴിക്കാതെ വീട്ടിൽ നിൽപ്പുണ്ട്, എല്ലാ ദിവസവും വെള്ളോടി ബഹളമൊക്കെ ആയിട്ട് തന്നെ ഒരു ടീം വീട്ടിലുണ്ട്, കല്യാണം കഴിച്ചിട്ടില്ല, അതിങ്ങനെ വീട്ടിലുണ്ട്. ആരുപദേശിച്ചാലും നന്നാകൂല, ഉപദേശിക്കാനൊട്ട് നിന്ന് തരൂ ഇല്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, അതായത് നിങ്ങൾക്ക് ഈ ആളെ കൈ പോലും കിട്ടുന്നില്ല. നമ്മൾ പറയാം, ഇന്നലെ എന്നെ കാണാൻ വന്നൊരു കുടുംബം, ഇതുപോലെ മകൻ്റെ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ വെള്ളോടിയും പ്രശ്നമൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഈ ഐറ്റത്തിന് ഇവിടെ ഒന്ന് കൊണ്ടുവരാവോ? ഞാൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും അച്ഛാ അതിനെ ഒന്ന് കൊണ്ടുവരണമെങ്കിൽ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ഒരു രക്ഷയില്ല അച്ഛാ. പള്ളിയിൽ പോകുന്ന കാര്യമോ പ്രാർത്ഥിക്കുന്ന കാര്യമോ കാരിസ്മാനൊക്കെ ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടര തരകൂടി ചെയ്യും. അതുകൊണ്ട് മിണ്ടാതിരിക്കുവാണെങ്കിൽ അത്രയും സമാധാനം ഉണ്ടെന്ന് പറഞ്ഞോണ്ടേ. അതുകൊണ്ട് കൊണ്ടുവരുന്ന കാര്യം എൻ്റെ അച്ഛാ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, വേറെന്തെങ്കിലും വഴി ഉണ്ടോ എന്നുള്ളതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛനെ വീട്ടിൽ വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നോക്കാം. ഇവിടുത്തെ ഒരു സാഹചര്യം അനുസരിച്ച്, സമയത്തിൻ്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്, എന്നാലും പറ്റുമെങ്കിൽ നമ്മളതും നോക്കാം. അച്ഛൻ വീട്ടിൽ വന്നാൽ ചിലപ്പോൾ പുള്ളി പുറത്തിറക്കിയാലെന്നാണ് പറഞ്ഞത്. പക്ഷേ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ബാക്കിയുള്ളതും കൂടി വീട്ടുകാർ മേടിക്കേണ്ടി വരും. അവസാനം എന്നെ നന്നാക്കാൻ വേണ്ടിയിട്ട് അച്ഛനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്നേക്കുന്നു. ഇനി ഇറങ്ങി കഴിയുമ്പോൾ അതും കൂടി കൂട്ടിയിട്ട് പറയും, നന്നാക്കണമെന്ന് കാണണമല്ലോ, ഒരച്ഛൻ ഒരു കപ്പിയാർ കാണണമല്ലോ, ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ ഓടി വിളിച്ചോണ്ട് പോവാ. ചിലപ്പോൾ അത് കൂടുതൽ പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് ചില കുടുംബങ്ങളിലും നമ്മൾ പോവുകയല്ല, നമ്മൾ വളരെ വിവേകത്തോടു കൂടിയേ. കാരണം എന്താ, നമ്മൾ കയറി ഇറങ്ങി വരുമ്പോൾ ചിലപ്പോൾ അത് കൂടുതൽ വഷളാവും. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കുടുംബാംഗങ്ങൾ നമ്മുടെ കുടുംബത്തിലുള്ളപ്പോൾ ഇവരോടുള്ള വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സമീപനം എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇവരോട് പെരുമാറേണ്ടത്? അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധാരണ നമ്മൾ പെരുമാറുന്ന എങ്ങനെ, അവസാനം നമ്മുടെ സകല കൺട്രോളും അല്ലേ, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സകല കൺട്രോളും പോകും. എന്തോരെന്ന് വെച്ചാൽ നമ്മൾ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നല്ലേ. ചിലപ്പോൾ നമ്മളിത് ആലോചിച്ചും ചിന്തിച്ചും പറഞ്ഞും അസ്വസ്ഥപ്പെട്ടൊക്കെ നമ്മൾ വല്ലാത്തൊരവസ്ഥയിൽ പെടും. അപ്പം ഈ ഒരു ആത്മീയ രോഗവുമായി ബന്ധപ്പെട്ട ഒരു ആത്മീയ ആലോചനയിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സ്വർഗത്തിൻ്റെ ഏറ്റവും അനന്തമായ പരിപാലനയിലും കാരുണ്യത്തിലും ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല.— ഹല്ലേലൂയ. ഒരു വ്യക്തി അങ്ങനെ ആണെങ്കിൽ പോലും
ഏത് കഠിന ഹൃദയനാണെങ്കിൽ പോലും, ഹൃദയമുള്ളവളാണെങ്കിൽ പോലും അനുദപിക്കാൻ തയ്യാറായത് ദാമ്പത്യ അവിശ്വസ്തരായിരിക്കും കഴിയുന്നത്, പാപത്തിലായിരിക്കും കഴിയുന്നത്. എന്നിരുന്നാൽ പോലും അവനും അവളും നഷ്ടപ്പെട്ടു പോകാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1-ാമത്തെ വചനം ഒന്നെടുത്ത്. ഗലാത്തി 6:1. സഹോദരരെ, ഒരുവൻ എന്തെങ്കിലും തെറ്റിൽ പാപത്തിൽ അകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അവനെ അവളെ വീണ്ടെടുക്കുവിൻ. പറയാണ്, അങ്ങനെ ഒരു തെറ്റിൽ അകപ്പെട്ടെങ്കിൽ പോലും, തിന്മയ്ക്ക് അടിമപ്പെട്ടു പോയെങ്കിൽ പോലും എന്ത് ചെയ്യണം? ആത്മീയരായ നിങ്ങൾ എങ്ങനെയെങ്കിലും സൗമ്യതയോടെ അവരെ വീണ്ടെടുക്കാൻ പരിശ്രമിക്കണമെന്നാ പറയുന്നത്. എന്ന് പറയാണ്, ആ പരിശ്രമത്തിൽ നിങ്ങൾ പ്രലോഭിതരാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞുകൊണ്ട് അളിയന്റെ കുടി മാറ്റാൻ പോയതാ. പിന്നെ അളിയനും കൂടി കുടിയായി കേട്ടോ. ഞാൻ പറഞ്ഞ അളിയൻ കേക്കൂടി എന്ന് പറഞ്ഞു, എന്നാ വരാൻ പറഞ്ഞു. അളിയൻ പറഞ്ഞു ഉപദേശിച്ച് അവസാനം ഈ അളിയൻ മറ്റേ പുള്ളിനെ ഉപദേശിച്ച് അവസാനം അളിയനും കൂടി കുടിയായി. ഇപ്പൊ രണ്ടുപേരും കൂടിയാ കമ്പനി കൂടുന്നത് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വചനം പറയണേ, ഈ ശാന്തതയോടെ ഒരാത്മാവിനെ നേടിയെടുക്കാൻ, വീണ്ടെടുക്കാൻ പരിശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രലോഭിതരാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. പക്ഷെ ആത്യന്തികമായി കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു തെറ്റിലകപ്പെട്ട ഒരാളും പോലും നഷ്ടപ്പെട്ടു പോകാതെ അവനും വീണ്ടെടുക്കപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഇനി യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 19-20 വചനങ്ങളൊന്ന് വായിക്കാവൂ. യാക്കോബിന്റെ ലേഖനം 5:19-20. സുന്ദരമായൊരു വചനമാണ്. ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ ഒരാളെ നമ്മളിങ്ങനെ തമ്പുരാന്റെ സ്നേഹത്തിലേക്ക് ആനയിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആത്മീയ ആനന്ദമുണ്ട്. അതിൻ്റെ ഒരു കാരണം ഇതാണ്. കാരണം നമ്മൾ ബലഹീനതാണ്, നമുക്കും തെറ്റ് പറ്റിയിട്ടുണ്ട്, നമ്മൾക്കും വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്, നമ്മൾ ഇന്നലകളിൽ വീണിട്ടുണ്ട്, നാളെയും വീഴാം. ഇപ്പം നമ്മളിലും ഈ പാപത്തിൻ്റെ സാന്നിധ്യവും സ്വാധീനമൊക്കെ നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. പക്ഷെ ഇവിടെ വചനം നമുക്ക് തരുന്ന ഒരു വലിയൊരു പ്രതീക്ഷയാണ്, വലിയ പ്രത്യാശയാണ് ഈ ശുശ്രൂഷയിൽ. എന്താണെന്നറിയാമോ? വചനം പറയാണ്, നിന്റെ സഹോദരൻ സത്യത്തിൽ നിന്നും വ്യതിചലിക്കും, യേശുക്രിസ്തുവിൽ നിന്നും ആ സ്നേഹത്തിൽ നിന്നും വ്യതിചലിക്കുകയും അവനെ തിരിച്ചു കൊണ്ടുവരികയും പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്നും പിന്തിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്നും രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഒരു വെള്ളിയാഴ്ച കൗൺസിലിങ്ങിന് ഇരുന്ന് രാവിലെ മുതൽ വൈകിട്ടിരുന്ന് ഒരു 10-15 പേരെ കണ്ട് അതിനകത്ത് ഒരാൾ തീരുമാനമെടുത്ത് പാപത്തെ ഉപേക്ഷിക്കാൻ, സത്യത്തിലേക്ക് തിരിച്ച് ദൈവസ്നേഹത്തിലേക്ക് വരാൻ, അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഒരാൾ നല്ല ജീവിതം നയിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ഗുണം എന്നാണെന്നറിയാമോ? ഞാൻ ചെയ്തിട്ടുള്ള നിരവധിയായ പാപങ്ങൾക്ക് കർത്താവ് എനിക്ക് ക്ഷമയും കരുണയും എന്നോട് കാണിക്കുക. ഹല്ലേലൂയ. ഞാൻ ചെയ്ത പാപത്തിൻ്റെ കടവും വീട്ടണ്ടേ? വേണ്ടേ? അപ്പോ ഇതെല്ലാം ഞാൻ ചെയ്ത പാപത്തിന്റെ ഒരു കടം വീട്ടുന്ന പ്രക്രിയയായിട്ട് മാറിക്കോളും ശുശ്രൂഷ. പക്ഷെ ഒരു ആ സ്നേഹത്തിലേക്കും നിത്യസത്യത്തിലേക്കും ഒരാളെ തെറ്റായ മാർഗത്തിൽ നിന്നും കർത്താവിന്റെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ കാരണമായാൽ അതിന് നമുക്ക് സ്വർഗം തന്നിരിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ അനുഗ്രഹമാണ് നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ഓരോ ശനിയാഴ്ച വരുമ്പോൾ ചുമ്മാ ഒറ്റയ്ക്ക് വരരുതെന്ന് പറയാറില്ല ഞാൻ എല്ലാ പ്രാവശ്യവും. അത് നിങ്ങൾ കേൾക്കൂല. കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് അറിയാവുന്നതുകൊണ്ട് നിങ്ങളത് കേൾക്കരുത്. ആരെയെങ്കിലൊക്കെ വലിച്ചു പിടിച്ച് കൊണ്ടുവരണം. എന്താണെന്നറിയാം? അങ്ങനെയെങ്കിൽ അവൻ രക്ഷപ്പെട്ടാൽ നീയും രക്ഷപ്പെട്ടു. അതാണ്. എങ്ങനെയെങ്കിലും അവൻ രക്ഷപ്പെട്ടാൽ നീ പേടിക്കണ്ട, നീയും രക്ഷപ്പെട്ടു. നിന്റെ നിരവധിയായ പാപങ്ങൾക്ക് കർത്താവ് പരിഹാരം ചെയ്തു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ആത്മീയമായി ദൈവസ്നേഹത്തിൽ നകന്നുപോയ ധൂർത്തപുത്രനെ കുറിച്ച് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അവൻ സുബോധമുണ്ടായി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അനുഭവിച്ചൊരു ആത്മീയ ആനന്ദമുണ്ട്, ദൈവസ്നേഹത്തിൽ അനുഭവിച്ചൊരു ആനന്ദമുണ്ട്. അവൻ തിരിച്ച് നഷ്ടപ്പെട്ടതെല്ലാം അവന് തിരിച്ചു കിട്ടിയപ്പോൾ അവൻ അനുഭവിച്ചൊരു ആനന്ദമുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി, വർഷങ്ങളായി നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന നമ്മുടെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും അനുതപിച്ച് ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു വന്നാൽ നമുക്ക് ആനന്ദമില്ലാതിരിക്കോ? പറ, സന്തോഷമില്ലാതിരിക്കോ? നമ്മൾ മാത്രമല്ല, കുടുംബത്തിൽ മുഴുവനും സന്തോഷമായിരിക്കും. ആണോ? കുറെ നാളായി
ഈ മകളുടെ സ്വഭാവം കാരണം, ഈ മകന്റെ സ്വഭാവം കാരണം, ഈ ജീവിത പങ്കാളിയുടെ സ്വഭാവം കാരണം, അമ്മയുടെ അപ്പന്റെ സ്വഭാവം കാരണം കുടുംബം മുഴുവൻ നരകതുല്യമായ അവസ്ഥയിലായിരുന്നു. ഒരു ധ്യാനം കൂടി അല്ലെങ്കിൽ വചനം കേട്ട് നല്ല തീരുമാനം എടുത്ത് വിശുദ്ധ ജീവിതം നയിക്കാൻ തീരുമാനം എടുത്ത് അവരുടെ കുടുംബത്തിലേക്ക് തിരിച്ചു കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിൽ ഈ വ്യക്തി ദൈവസ്നേഹത്തിൽ ഐക്യപ്പെട്ടപ്പോൾ ആത്മാവിൽ അനുഭവിക്കുന്ന ആനന്ദം ആ വ്യക്തിയുടെ മാത്രമല്ല, ആ കുടുംബത്തിന്റെ മുഴുവനും സന്തോഷത്തിന്റെ കാരണമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഇത്രയും സന്തോഷം ഉണ്ടെങ്കിൽ അനുദപിക്കുന്ന ഒരു ഭാവിയോർത്ത് സ്വർഗം എത്രമാത്രം സന്തോഷിക്കുന്ന വചനം പറയുന്നത്. അതുകൊണ്ട് സ്വർഗത്തിന്റെ ഒരു തീരുമാനത്തിൽ ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല. അവർക്ക് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സ്വർഗത്തിന്റെ ഈ ഒരു ആഗ്രഹവും ഭാരവും ദാഹവും ഒക്കെ എടുത്ത് നമ്മൾ എങ്ങനെയാണ് ഇവരോട് പെരുമാറേണ്ടത്, ഇനി അത് മനസ്സിലാക്കിയാൽ മതി. സ്വർഗത്തിന്റെ മുമ്പിൽ ഒരാൾ എത്ര വലിയ പാപം ചെയ്താലും, എത്ര കഠിന പാപം ചെയ്താലും, എത്ര കണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ ഒരു ആത്മാവ് കടന്നുപോയാലും അവസാന നിമിഷം വരെ അതിനെ പൊതിഞ്ഞു പിടിക്കാനും കരുണ കാണിക്കാനും തിരിച്ചു കൊണ്ടുവരാനും സ്നേഹത്തിൽ ചേർത്ത് പിടിക്കാനും ഒക്കെ കർത്താവ് പരിശ്രമിക്കുന്നുണ്ട്. എങ്കിൽ ദൈവമക്കളായ ആത്മീയ മക്കളായ നമ്മൾ എങ്ങനെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇങ്ങനെയുള്ളവരെ കണ്ടുമുട്ടുമ്പോൾ അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരോട് എങ്ങനെ പെരുമാറണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് ഞാൻ എല്ലാവരോടും എപ്പോഴും പറയാനുള്ള കാര്യമാണ്, നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നില്ലേ, ഉപദേശമൊക്കെ ഒരു വിലയില്ലാത്ത അവസ്ഥയായോ, പറഞ്ഞു മടുത്തോ, എന്ത് ചെയ്യണം? 1 തെസ്സലോനിക്ക 5:17 എന്നാ പറയുന്നേ? പറച്ചിൽ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്ത് ചെയ്യണം? തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5:17 വചനം കറിഞ്ഞൂടെ? ഇടവിടാതെ ആദ്യം ചെയ്യേണ്ട കാര്യം എന്നാ? നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇടവിടാതെ പ്രാർത്ഥിക്കുക. ഇടവിടാതെ ഉപദേശിച്ചാൽ കിട്ടുന്നതിനേക്കാളും ഫലം ഇടവിടാതെ പ്രാർത്ഥിച്ചാൽ കിട്ടും. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവരെ ദൈവസന്നിധിയിൽ കൊടുത്ത് അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക. 1. 2, നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയാം? അവരെ വിധിക്കാതെ, അവരുടെ സ്വഭാവത്തിന്റെ സവിശേഷതയെ, അവരുടെ പാപത്തോടുള്ള ബന്ധന ഹൃദയ കാടിന്റെ ഇതിനെ ഒന്നും ജഡ്ജ് ചെയ്യാതെ വിധിക്കാതെ നാം അവരെ സ്നേഹിക്കാൻ പരിശ്രമിക്കണം. പക്ഷെ പാപത്തെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. അവർ പാപത്തിലാണോ? പാപത്തെ ഇഗ്നോർ ചെയ്തുകൊണ്ടല്ല, അവർ പാപമുണ്ട് എങ്കിൽ, പാപത്തിലാണെങ്കിൽ, തെറ്റിലാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുമ്പോഴും നമ്മുടെ പെരുമാറ്റ ശൈലിയാണ് ഞാൻ പറയുന്നത്. സ്നേഹത്തിൽ അവരെ വിധിക്കാതെ അവരുടെ തെറ്റിനെ കാണിച്ചു കൊടുക്കുക. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ, യോഹന്നാൻ 8:11 മുതലുള്ള വചനങ്ങളാണെന്ന് തോന്നുന്നു, മറ്റേ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ കർത്താവിനടുത്തേക്ക് വരുമ്പോൾ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, മോളെ ഞാനും നിന്നെ വിധിക്കുന്നില്ല, ഇനിമേൽ പാപം ചെയ്യരുത്. അപ്പൊ പാപം ഉണ്ടെന്ന് കർത്താവ് കാണിച്ചു കൊടുത്തു. മോളെ നിന്നിൽ ഈ പാപമുണ്ട്, തെറ്റുണ്ട് കേട്ടോ, നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ല, പക്ഷെ ഞാൻ നിന്നെ വിധിക്കുന്നില്ല, ഞാൻ നിന്നെ അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നില്ല. എന്തുകൊണ്ട് നീ പാപിയായി, എന്തുകൊണ്ട് ഈ പാപം ചെയ്തു, എന്തുകൊണ്ട് നീ പാപത്തിൽ തുടരുന്നു, ഇതിനൊന്നും ഞാൻ വിധിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നും ഞാൻ പക്ഷേ പാപം തെറ്റിലാണോ പാപത്തിലാണോ അത് ചൂണ്ടിക്കാണിക്കുകയും സ്നേഹത്തിൽ അവരെ വിധിക്കാതെ അവരെ പാപത്തെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഹല്ലേലൂയ. ചിലരെങ്ങനെയാണെന്നറിയോ? ഞാൻ പറയാൻ പോകുന്നില്ല അച്ഛാ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നം, അതുകൊണ്ട് അത് ചെയ്യരുത്. നമ്മളവരെ തെറ്റാണെന്ന് നമുക്ക് കൃത്യമായ ബോധ്യം ഉണ്ടായിരിക്കണം. തെറ്റ് ചെയ്തിട്ടായിരിക്കും, ചുമ്മാ ഊഹാപോഹം കൊണ്ടൊന്നും ആയിരിക്കരുത്. ചിലരങ്ങനെ ചുമ്മാ ഊഹിച്ച് കടന്ന് കുടുംബ പ്രശ്നം ഉണ്ടാക്കും. അത് തന്നെയാണോ താൻ മനുഷ്യൻ ഇങ്ങനെ പറയുന്നത്? അത് എനിക്കറിയാം, അല്ലേലും എനിക്കറിയാം. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? പിന്നെ എനിക്കറിഞ്ഞൂടെ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അല്ല എനിക്കറിയാം, അതല്ലേലും നീയും നിന്റെ വീട്ടുകാർക്ക് എങ്ങനെ ചെയ്യുള്ളൂ എന്ന് എനിക്ക് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അപ്പൊ ഞങ്ങൾ വല്ലതും ചെയ്തോ? നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? നിങ്ങൾക്ക് വല്ല തെളിവിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് അറിഞ്ഞൂടെ? ഇങ്ങനെയൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഊഹിച്ച് ഒരാളെ നമ്മൾ വിധിക്കാതിരിക്കുക. നമുക്ക് കൃത്യമായ തെളിവും കാരണങ്ങളൊക്കെ ഉണ്ട് തെറ്റിലാണെന്ന് അറിഞ്ഞാൽ നമുക്ക് അവരെ സ്നേഹത്തിൽ വിധിക്കാതെ സ്നേഹത്തിൽ അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. അതൊരു അപ്പൻ്റെയും അമ്മയുടെയും
ദൗത്യമാണ്, ജീവിത പങ്കാളിയുടെ ദൗത്യമാണ്. സ്നേഹത്തിൽ വിധിക്കാതെ. കാരണം കർത്താവ് പോലും നമ്മെ വിധിക്കുന്നില്ല, പിന്നെ നമുക്ക് ആരെ വിധിക്കാൻ അവകാശമില്ല. ഒരാൾ പാപിയായതിൻ്റെ പേരിൽ, ഒരാൾക്ക് തെറ്റുപറ്റിയതിൻ്റെ പേരിൽ, ഒരാൾ ഇടറിപ്പോയതിൻ്റെ പേരിൽ നമുക്ക് അവരെ വിധിക്കാൻ അവകാശമില്ല. ചിലപ്പോൾ കർത്താവ് പറഞ്ഞ പോലെ നമ്മൾക്ക് മുമ്പ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ചുങ്കക്കാരും പാപികളും വ്യഭിചാരികളും ആയിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരെ വിധിക്കാൻ അവകാശമില്ലെന്നുള്ളതാണ് ആ സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിധിക്കാതെ സ്നേഹത്തിൽ അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കണം. ഓക്കെ. മൂന്നാമത്തത്, നമ്മൾ എളിമയോടും വളരെ സോഫ്റ്റായിട്ടും നമ്മൾ അവരെ കറക്റ്റ് ചെയ്യണം. സോഫ്റ്റായിട്ടും കറക്റ്റ് ചെയ്യണം. അതായത് ഒരു ബന്ധം തകർന്നു പോകുന്ന രീതിയിലായിരിക്കരുത്. നമുക്ക് അവരോടൊരു വെറുപ്പും ദേഷ്യമൊക്കെ ഉള്ളി വെച്ചുകൊണ്ടായിരിക്കരുത്. കർത്താവിൻ്റെ മനോഭാവം ഹൃദയത്തിൽ സൂക്ഷിച്ചു. എന്തുകൊണ്ടാണ്? ഇവൻ നഷ്ടപ്പെടരുത്, ഇവള് നഷ്ടപ്പെടരുത്, എൻ്റെ അപ്പൻ അമ്മ നഷ്ടപ്പെടരുത്, എൻ്റെ മക്കള് നഷ്ടപ്പെടരുതെന്നുള്ള ആ ഒരു ആത്മീയ ബോധ്യ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മളിവിടെ തിരുത്തിക്കൊണ്ടിരിക്കുന്നത്, എപ്പോഴും തിരുത്തലിന് തയ്യാറാകുന്നത്. നിങ്ങൾ 2 തിമോത്തി 2-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച്. കലഹപ്രിയനാകരുത്. ഒരു ദൈവ പൈതൽ, ഒരു ആത്മീയ മനുഷ്യൻ, കർത്താവിൻ്റെ ദാസൻ കലഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ തിരുത്തുന്നത്. അതിൻ്റെ പേരിൽ അവിടെ അടിമകളുണ്ട് അല്ല. അത് നമുക്ക് അങ്ങനെ ഒരു ആലോചന നമുക്കില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ നമ്മൾ അവസാനിപ്പിക്കുക. പിന്നെ പറയാണ്, എല്ലാവരോടും സൗമ്യതയുള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം. അപ്പം നമ്മൾ സൗമ്യതയോടും ക്ഷമാശീലത്തോടും കൂടെ ആയിരിക്കണം നമ്മൾ ചില തിരുത്തലുകൾ നടത്തേണ്ടത്. എന്നിട്ട് പറയാണ്, എതിർക്കുന്നവരെ അവൻ സൗമ്യതയോടെ തിരുത്തണം. നമ്മൾ എതിർത്തോ എന്നാ പിന്നെ നമ്മൾ എതിർത്തില്ല, തിരിച്ചു അതല്ല. എതിർക്കുന്നവരെ എന്തിനാ? ഇവനെ നേടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പരിസരം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ കണ്ണുനീരും നമ്മുടെ ആഗ്രഹവും നമ്മുടെ താല്പര്യവും എല്ലാം എന്താണ്? ഈ ഒരു ആത്മാവിനെ നേടാന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എളിമപ്പെടാവുന്നതിൻ്റെ അങ്ങേയറ്റം എളിമപ്പെട്ട് നിന്നിട്ട് സൗമ്യതയോടും എളിമയോടും കൂടെയാണ് നമ്മെ എതിർക്കുന്നവരെ നമ്മൾ തിരുത്തുന്നത്. എന്നിട്ട് പറയാണ്, സത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യത്തിലേക്ക് മടങ്ങി വരാൻ ഉതകുന്ന അനുതാപം ദൈവം അവർക്ക് നൽകിയെന്ന് വരാം. കണ്ടോ? നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേ നമ്മൾ എളിമപ്പെട്ട് നമ്മുടെ ഭാഗത്ത് 100% ശരിയായിരിക്കെ, നമ്മൾ പറയുന്നത് 100% സത്യമായിരിക്കെ, നമ്മൾ എളിമപ്പെട്ട ഒരു ആത്മാവിനെ നേടാൻ തക്ക വിധത്തിൽ വളരെ ശാന്തതയോടും സൗമ്യതയോടും കൂടെ നമ്മൾ അവരുടെ തിരുത്തലുകൾക്ക് തയ്യാറാകുമ്പോൾ വചനം പറയുന്നതെന്ന്, ദൈവം അവർക്ക് മടങ്ങി വരാൻ തക്ക വിധത്തിലുള്ള അനുതാപം നൽകിയെന്ന് വരാം. ഹല്ലേലൂയ. കണ്ടോ? നമ്മൾ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവമാണ് നമ്മുടെ കുടുംബാംഗങ്ങളിൽ പ്രവർത്തിക്കുന്നത്, നമ്മളല്ല. നമ്മൾ ദൈവാലോചനയ്ക്ക് വിധേയപ്പെട്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നഷ്ടപ്പെട്ടു പോയ ഒരു ആത്മാവിനോട് ബന്ധപ്പെട്ട് നമ്മൾ പെരുമാറുമ്പോൾ, ആ സ്നേഹത്തിലും സൗമ്യതയിലും പെരുമാറുമ്പോൾ ദൈവം അവൻ അനുതാപം കൊണ്ട് നിറയ്ക്കുന്നു. അതുകൊണ്ട് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയോ പേരുടെ, എത്രയോ കുടുംബങ്ങളുടെ, എത്രയോ ജീവിതങ്ങളുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ടെന്നറിയാം ഈ അനുഭവത്തിൽ. അച്ഛൻ, ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു മകൻ്റെ കാര്യത്തിൽ, മകളുടെ കാര്യത്തിൽ. ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല അച്ഛാ അവൻ തിരിച്ചു വരുമെന്ന്. ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല അച്ഛാ ഞങ്ങളുടെ മകളെ തിരിച്ചു കിട്ടുമെന്ന്. ഒരിക്കലും വിചാരിച്ചതില്ല അച്ഛാ എൻ്റെ ജീവിത പങ്കാളി ഇതുപോലെ ആകുമെന്ന്. തമ്പുരാൻ കരുണ കാണിച്ചതാ അച്ഛാ. ഞങ്ങൾ കുറ്റം പറഞ്ഞില്ല അച്ഛാ, ഞങ്ങൾ അതിൻ്റെ പേരിൽ ഞങ്ങൾ മാറ്റി നിർത്തിയില്ല അച്ഛാ, അതിൻ്റെ പേരിൽ ഞങ്ങൾ ഗരാവ് ചെയ്യാൻ പോയില്ല അച്ഛാ. ദൈവം പ്രവർത്തിച്ച അച്ഛാ. നമ്മൾ ദൈവത്തിൻ്റെ വഴികൾ തിരഞ്ഞെടുത്ത് ഒരു ആത്മാവിനെ നേടാൻ തക്ക വിധത്തിലുള്ള ആലോചനകൾ നമ്മൾ സ്വീകരിച്ച് എളിമയോടും ശാന്തതയോടും കൂടെ നമ്മൾ നമ്മുടെ വൈകാരികതയ്ക്കപ്പുറമായി ആത്മാവിനെ നേടാനുള്ള ആത്മീയ ആലോചന സൂക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ഇതേ ആലോചനയാണ് സ്വർഗം സൂക്ഷിക്കുന്ന ആത്മാവിൻ്റെ മീതെ. വചനം പറയാണ്, കർത്താവ് തന്നെ അവൻ അനുതാപത്തിന്റെ കൃപ നൽകി അവനെ മടക്കി കൊണ്ടുവരുമെന്ന്. എന്നിട്ട് പറയാണ്, പിശാച് തൻ്റെ നിർവഹണത്തിന് വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും, ഇപ്പോൾ പിശാചിന്റെ അടിമയാണെങ്കിലും, ഇപ്പോൾ തിന്മയ്ക്ക് അടിമപ്പെട്ടാണെങ്കിലും, ഇപ്പോൾ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടാണെങ്കിലും, ഇപ്പോൾ ദാമ്പത്യ അവിശ്വസ്തതയ്ക്ക് അടിമപ്പെട്ട് കിടക്കുകയാണെങ്കിലും, അവർ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്നും നാളെ രക്ഷപ്പെട്ടേക്കാം. കണ്ടോ? ഇപ്പൊ അങ്ങനെ ആയിരിക്കാം.
ഇന്നലകളിൽ അങ്ങനെ ആയിരുന്നിരിക്കാം, പക്ഷേ നാളെ രക്ഷപ്പെട്ടേക്കാം. ഇതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ എന്നും അപരനോടുള്ള, ഇന്ന് പാപത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിലുള്ള നമ്മുടെ ആലോചന. അതുകൊണ്ടാണ് ഈശോ പാപിനിയായ ഞാൻ വിധിക്കുന്നില്ല, ഇനിമേൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവളുടെ നാളെയിൽ അവൾ വിശുദ്ധയാകുമെന്ന് സ്വർഗം കണ്ടു. ഇന്നലകളിൽ അവൾ പാപിയ, വ്യഭിചാരിണിയ, ഇപ്പോഴും അങ്ങനെ തന്നെ. പക്ഷെ നാളെ അവൾ വിശുദ്ധയാകുന്നു സ്വർഗം കണ്ടു. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ വിധിക്കുന്നില്ല. ഏതാനും കാലം നിന്നെ പിശാച് അടിമയാക്കി വെച്ചിട്ടുണ്ടെങ്കിലും നീ സുബോധം വീണ്ടെടുത്ത് നീ രക്ഷപ്പെടുമെന്ന്, ഈ കെടിയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് കർത്താവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് നമ്മളെപ്പോഴും തിരുത്തലുകൾക്ക് തയ്യാറാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വൈകാരികതയല്ല അവിടെ പ്രകടമാക്കേണ്ടത്, ആത്മീയ ശാന്തതയും സൗമ്യതയുമാണ് നമ്മൾ പുലർത്തേണ്ടത്. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എന്നാണെന്നറിയാവോ, നമ്മൾ ആരെയാണോ തമ്പുരാന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന അവരെക്കാളും വൈകാരികമായിട്ട് അലമ്പായിട്ട് നമ്മൾ മാറും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കൺട്രോൾ മുഴുവനും പോവും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് അവസാനം അതിനെ പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. അവരെ നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങൾ കൊണ്ട് അവരെ ഇങ്ങനെ ഒരു വിശുദ്ധ ജീവിതത്തിനായിട്ട് നമ്മൾ ഇൻസ്പയർ ചെയ്യണം എന്നാ പറയുന്നത്. ചിലപ്പോൾ ഇത് ഈ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊന്നും നടക്കും, പക്ഷെ ചിലപ്പോൾ നമ്മുടെ ജീവിതം കണ്ടിട്ട് ഒരു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ, എൻ്റെ അച്ഛാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ മാറാൻ തീരുമാനിച്ച ഒറ്റ കാരണമേ ഉള്ളൂ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഒരു വാക്കുകൊണ്ട് പോലും അവൾ ഒന്ന് തിരിച്ചു പറയോ ചെയ്യോ ഒന്നും ചെയ്തില്ല. വേറെ വല്ലവരായിരുന്നെങ്കിൽ ഇതിനകം ഇട്ടിട്ട് പോയനെ. പലരും എൻ്റെ അടുത്ത് പറഞ്ഞ്, അവളായതുകൊണ്ട് മാത്രമാണ് നിൻ്റെ കൂടെ നിൽക്കുന്നത്, വേറെ വല്ലവരായിരുന്നെങ്കിൽ നിൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയിട്ട് ഇതിനകം ഇട്ടെറിഞ്ഞിട്ട് പോയനെ, നീ അവളുടെ കാല് കഴുകി കുടിക്കണമെന്ന് പലരും എന്നെ പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറഞ്ഞു, ഞാൻ ധ്യാനം കൂടിയിട്ടില്ല അച്ഛാ, ഞാൻ വചനം കേട്ടില്ല, ഒന്നും കേട്ടിട്ടില്ല, ഞാൻ മാറിയത് ഒറ്റ കാരണം കൊണ്ടാണ്, എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ ഇത്രമാത്രം വേദനിപ്പിച്ചിട്ടും വാക്കുകൊണ്ട് പോലും അവൾ എന്നെ വേദനിപ്പിച്ചിട്ടില്ല, എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അത് ആത്മാവിൻ്റെ ഭയങ്കരമായൊരു പ്രവർത്തനമായിട്ട് മാറിയിട്ട് പുള്ളി ധ്യാനം കൂടിയില്ല, വചനം കേട്ടില്ല, ഒരു ശുശ്രൂഷയ്ക്ക് പോയിട്ടില്ല. പുള്ളി ഭാര്യയുടെ സാന്നിധ്യം പുള്ളിയെ മാറ്റിയത്. എന്തൊക്കെ രീതിയിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് നോക്കിയേ. നിങ്ങൾ പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വന്നേ. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. ഒന്ന് പറയാണ്, അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അടുത്ത വചനം പറയാണ്, അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാകുന്നതെന്ന്. അല്ലാതെ ബാഹ്യ മുടിയോ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ മേക്കപ്പോ സൗന്ദര്യമോ ഒന്നുമല്ല ഒരുവനെ വിശ്വാസത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ജീവിത പങ്കാളിയെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത് എൻ്റെ നിഷ്കളങ്കമായ ശാന്തമായ പെരുമാറ്റം കൊണ്ടത്രേ. ഹല്ലേലൂയ. അല്ലാതെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ആത്മീയമായി രോഗികളായിട്ടുള്ളവരുണ്ട് എങ്കിൽ, നമ്മൾ എത്ര ഉപദേശിച്ചിട്ടും പറഞ്ഞിട്ടും അനുസരിക്കാത്തവരുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് പറഞ്ഞത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സ്നേഹത്തിൽ അവരോട് പെരുമാറുക, വിധിക്കാതെ ശാന്തതയോടും സൗമ്യതയോടും കൂടി അവരുടെ ആത്മരക്ഷയെ മുന്നിൽ കണ്ട് അവരുടെ പാപത്തെ തിരുത്തി കൊടുക്കുക. അവസാനം പറഞ്ഞ് നമ്മുടെ പെരുമാറ്റം കൊണ്ട് ഒരു ആത്മാവിനെ നേടാൻ പറ്റുമെങ്കിൽ അതിലാണ് നമ്മുടെ സഹനമൊക്കെ വരുന്നത്. നമ്മളെടുക്കുന്ന സഹനങ്ങളുടെയൊക്കെ വില വരുന്ന അവിടെയാണ്. ഹല്ലേലൂയ. ഇനി നമ്മുടെ കുടുംബത്തിൽ വൈകാരികമായിട്ട് മുറിവേറ്റവരുണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ പറയില്ലേ, ഇമോഷണലി വൈകാരികമായിട്ട് ഒക്കെ മുറിവേറ്റ് കഴിയുന്ന രോഗികളായിട്ട് കഴിയുന്നവരുണ്ട്. അവരോട് നമ്മൾ എങ്ങനെ പെരുമാറണം? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഡിപ്രഷനായിട്ടുള്ള നിരാശയിൽ കഴിയുന്നവർ, ആകുലതകളുള്ളവർ,
ഭയത്തിലും അസ്വസ്ഥതയിലും കഴിയുന്നവര്, അല്ലെങ്കിൽ ഇന്നലകളിൽ അവരുടെ ജീവിതാനുഭവങ്ങളിലൊക്കെ വല്ലാതെ മുറിവേറ്റും തകർക്കപ്പെട്ടും ഒറ്റപ്പെട്ടും തിരസ്കരിക്കപ്പെട്ടും ദുരുപയോഗിക്കപ്പെട്ടും ഒക്കെ ഉള്ള ജീവിതത്തിന്റെ ചില സങ്കീർണമായ വൈകാരിക മനുഷ്യന്റെ മുറിവേറ്റ വേദനയിൽ പരാജയപ്പെട്ടും വേണ്ടപ്പെട്ടവരുടെ വേർപാടിന്റെ ദുഃഖത്തിലും കണ്ണുനീരിലൊക്കെ മനസ്സ് മുറിഞ്ഞും ഭാരപ്പെട്ടും കഴിയുന്നവരോട് നമ്മൾ എങ്ങനെ പെരുമാറണം എന്ന് വചനം പറയുന്നുണ്ട്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ എവിടെയെങ്കിലും പെടുന്നതായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും എൻ്റെ കുടുംബാംഗങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ പെരുമാറിയിരുന്നെങ്കിലേ എന്ന് നമ്മൾ ചിന്തിക്കും, അല്ലേ? അത് തന്നെ നമ്മുടെ മറ്റു കുടുംബാംഗങ്ങളും ആലോചിക്കുന്നുണ്ട്. അതിനകത്ത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകും ചില വചനങ്ങളൊന്ന് ഹൃദയത്തിൽ ആദ്യം എഴുതിയിടുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഇങ്ങനെയുള്ള അവസ്ഥകളിൽ കർത്താവിൻ്റെ സ്റ്റാൻഡ് എന്താണ്, ദൈവത്തിൻ്റെ സ്റ്റാൻഡ് എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞൊരു വചനമുണ്ട്, സങ്കീർത്തനം 34:18. എന്നാ പറയുന്നത്? ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ കർത്താവ് രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് എന്ന് പറഞ്ഞാൽ നീ വല്ലാതെ വൈകാരികമായിട്ട് തകർന്നും തരിപ്പണമായും, മോളെ നിന്നെ സഹായിക്കാൻ ആരുമില്ല, മോനെ നിന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, ഈ ലോകത്ത് നിന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല, ജീവിതം മുഴുവൻ ലോകം മുഴുവൻ നിനക്കെതിരെ നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ, നിന്റെ പ്രതീക്ഷകളും നിന്റെ സ്വപ്നങ്ങളും നിന്റെ ആഗ്രഹങ്ങളും നിന്റെ അഭിലാഷങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി ചീട്ടുകൊട്ടാരം പോലെ നിന്റെ മുമ്പിൽ ഇടിഞ്ഞു വീഴുന്ന ഒരു സമയമുണ്ടല്ലോ, കൊച്ചു കുഞ്ഞിനെ പോലെ വല്ലാതെ പ്രശ്നങ്ങളെ നോക്കി ഭയപ്പെട്ടും ഭീതിപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും കൈകാലിട്ടടിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ആ സമയത്തിൽ സ്വർഗത്തിന്റെ ഒരു സ്വരമാ പറയുന്നത് എന്താണെന്നറിയാമോ? ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ കർത്താവ് രക്ഷിക്കുന്നു. പറഞ്ഞാൽ ആ സമയത്ത് ഈശോ നിന്റെ കൂടെ തന്നെ ഉണ്ടെന്ന്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12:15 പറയുന്ന ഒരു കാര്യമുണ്ട്, സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കുവിൻ, ദുഃഖിക്കുന്നവരുടെ കൂടെ ദുഃഖിക്കുവിൻ എന്ന് പറഞ്ഞാൽ നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും വേദനിച്ചിരിക്കുവാണോ, അവരുടെ ഭാരം നീ എടുക്കാൻ സങ്കടപ്പെട്ട് നിൽക്കണം, അവരുടെ ഭാരം കൂടി നീ എടുക്കുക, അവരുടെ വേദനകളിൽ ആ ഭാരം കൂടി നീ ഏറ്റെടുക്കണമെന്ന്. എന്നിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:10 വചനം പറയുന്ന മനോഹരമായൊരു വചനമുണ്ട്. വല്ലാതെ ഭയപ്പെട്ടും ആകുലപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും ജീവിതത്തിന്റെ ഇന്നലകളിൽ വല്ലാതെ ട്രോമാറ്റിക് ആയിട്ട് തകർക്കപ്പെട്ട അനുഭവങ്ങൾ, അല്ലെ, മുറിവേൽപ്പിക്കപ്പെട്ട അനുഭവങ്ങൾ, ക്ഷതമേൽപ്പിക്കപ്പെട്ട ജീവിതത്തിന്റെ അനുഭവങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ കർത്താവിന് വലിയ ആശ്വാസത്തിന്റെ ഒരു സ്വരമാണ് യെശയ്യാ 41:10. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ വെറുതെ യൂട്യൂബിലൊരു മെസ്സേജ് ഇട്ട് ചോദിച്ചായിരുന്നു, ഹീലിംഗ് ടച്ച് എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ രാവിലെ 5 മണിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. 8 മിനിറ്റ് വരുന്ന ദിവ്യകാരുണ്യ ആരാധന, സൗഖ്യത്തിൻ്റെ ആരാധന, ഹീലിംഗ് ടച്ച്. അപ്പം അത് അടുത്ത മാസം കഴിയുമ്പോൾ 1000 എപ്പിസോഡാണ്, അതായത് കഴിഞ്ഞ 1000 ദിവസമായിട്ട് മുടങ്ങാതെ പോവുക. അപ്പം ഞാൻ ചോദിച്ചു, 1000 ദിവസമാകുമ്പോൾ നിർത്തട്ടെ, 1000 ദിവസമാണല്ലോ, അപ്പം നിർത്തട്ടെ എന്ന് ചോദിച്ചാൽ മെസ്സേജ് ഇട്ടു. 100 കണക്കിന് മെസ്സേജാണ് എൻ്റെ വാട്സപ്പിൽ വന്നത്, അച്ഛാ ദയവായിട്ട് നിർത്തരുത്. അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവില്ല, അച്ഛന് പറഞ്ഞാൽ മനസ്സിലാകുകയല്ല. ഈ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിട്ടുന്ന ഈ 5, 6, 7 മിനിറ്റ് വരുന്ന ആരാധനയുടെ ബലത്തിലാണ് പിടിച്ചു നിൽക്കുന്നത്. അച്ഛാ ദയവായിട്ട് നിർത്തരുത് കേട്ടോ. അല്ലാതെ തകർന്നും തരിപ്പണമായി നിന്ന അനുഭവങ്ങളിലൊക്കെ ഞങ്ങളെ പിടിച്ചു നിർത്തിയത് ഈ ആരാധനയാണ്. 6-7 മിനിറ്റ് ഉള്ളെങ്കിൽ അച്ഛാ അത് നിർത്തരുത്. നോക്കിക്കേ, ദൈവം പിടിച്ചു നിർത്തുന്ന വഴികൾ. അതാ വചനം പറയുന്നത്, എൻ്റെ വിജയകരമായ കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. വീണു പോകാമായിരുന്ന, തകർന്നു പോകാമായിരുന്നു, പക്ഷേ നമ്മൾ പറയില്ലേ, എൻ്റെ അച്ഛ എങ്ങനെ പിടിച്ചെന്ന് അറിയില്ല, അച്ഛ എങ്ങനെ അനുഭവത്തെ അതിജീവിച്ചെന്ന് അറിയില്ല, അച്ഛ തമ്പുരാൻ താങ്ങിയതാന്നേ. ഹല്ലേലൂയ. താങ്ങുന്ന കരങ്ങളാണല്ലോ നമ്മൾ പാട്ട് പാടുന്നത്, താങ്ങുന്ന കരങ്ങൾ. ദൈവത്തിൻ്റെ കരമുണ്ട്, ഒരു താങ്ങുന്ന കരം. നമ്മൾ പോലും അറിയാതെ ദൈവം നമ്മളെ താങ്ങി നിർത്തുന്ന അനുഭവങ്ങളുണ്ട്, എത്രയോ അനുഭവങ്ങൾ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഇങ്ങനെയുള്ളവരോട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു അനുഭവത്തിൽ വല്ലാതെ നിരാശപ്പെട്ടും ആകുലപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും ഒക്കെ വലിയ സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെയൊക്കെ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ നിൽക്കുമ്പോൾ, പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ, മുറിവേറ്റ് നിൽക്കുമ്പോൾ,
ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴൊക്കെ നമുക്ക് ഇവരോടുള്ള സമീപനം, പെരുമാറ്റം എന്തായിരിക്കണം എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജോണേട്ടൻ എന്നെ സ്തോത്ര കാഴ്ച എടുക്കാൻ സമയമായി എന്ന് ഓർമ്മപ്പെടുത്തുന്നത് പോലെ കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെയുള്ളവര് വീട്ടിലുണ്ടെങ്കിൽ, ഭവനത്തിലുണ്ടെങ്കിൽ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യമുണ്ട്, എങ്ങനെയാണ് നമ്മൾ ഇവരോട് പെരുമാറേണ്ടതെന്ന്. ഒന്ന്, യാക്കോബ് ശ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ അവരെ, ഇതിനുള്ള കുടുംബാംഗങ്ങളെ, ഒരു പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നതിനേക്കാളും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്നറിയാവോ? ഈ പ്രശ്നം അനുഭവിക്കുന്നവരെ നമ്മൾ കേൾക്കണം. വി നീഡ് ടു ലിസൺ. കേൾക്കണം. അവരുടെ വിഷമം എന്താണ്? ഇത് നമ്മൾ ഒരു കാര്യം കേൾക്കാൻ നമ്മൾ ഒന്നും കേൾക്കാല്ല. നമ്മൾ അത് പറ്റിയല്ല, ഞാൻ പറയട്ടെ, പറ്റിയല്ലെന്നല്ലേ പറഞ്ഞേ, ഞാൻ പറഞ്ഞില്ലല്ലോ, പറ്റിയല്ലെന്ന്. ഇത് നമ്മൾ പറഞ്ഞിട്ടാണ് പറ്റിയതെന്ന് പറയാൻ കുഴപ്പമില്ല, ഇത് പറയാൻ സമ്മതിക്കുകയല്ല. പറ്റിയല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേൾക്കാൻ തയ്യാറാകാത്ത കുറെ സാധനങ്ങളുണ്ട്. നമ്മൾ കേൾക്കണം. നമ്മുടെ കുടുംബത്തിൽ ചിലപ്പോൾ വല്ലാതെ മനസ്സ് തളർന്ന് നശിച്ചൊക്കെ ഇരിക്കുമായിരിക്കും. ഒരു സഹോദരി നാട്ടിൽ വന്നപ്പോൾ എന്നെ കാണാൻ വന്ന, വിദേശത്തായിരുന്നു. ഭർത്താവ് അവിടെ ഇരുന്ന്, പുള്ളിക്കാരത്തി അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി IELTS OET പോലത്തെ പരീക്ഷ എഴുതണം. അതോ എന്തോ വേറെ RN അങ്ങനെ ഏതൊരു പരീക്ഷ എഴുതണം. പുള്ളിക്കാരത്തിയുടെ കാലിബർ അനുസരിച്ച് അത് ഭയങ്കര സ്ട്രെയിനാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നാട്ടിൽ വെച്ച് എഴുതിയിട്ട് കിട്ടിയില്ല. പിന്നെ അവിടെ ചെന്നിട്ട് എഴുതാമെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയതാണ്. അപ്പോൾ പുള്ളിക്കാരത്തി എന്നെ കാണാൻ വരുമ്പോൾ പുള്ളിക്കാരത്തി ഓൾറെഡി ഭർത്താവുമായിട്ട് ഡൈവോഴ്സായി, വേറൊരുത്തരുമായിട്ട് ജീവിതം ആരംഭിച്ചു. പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് പറഞ്ഞൊരൊറ്റ കാര്യമുള്ള, വെച്ചാൽ ഞാൻ അവിടെ ചെന്നിട്ട് 2 വട്ടം എഴുതി. എനിക്ക് പറ്റാവുന്നതിൻ്റെ മാക്സിമം ഞാൻ പരിശ്രമിച്ചു. ഞാൻ വെറുതെ ഇരുന്നില്ല. ഊണും ഉറക്കവും എല്ലാം കളഞ്ഞ് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു. ഓരോ പരീക്ഷ തോറ്റ് കഴിയുമ്പോൾ ഇയാൾ പറയും, അല്ലെങ്കിൽ നിനക്ക് എന്തിനാ കുഴപ്പമുള്ളത്, നിനക്കെല്ലാം പാസ്സായാലും നീ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പറഞ്ഞു, പുള്ളിക്കാരത്ത് കാല് പിടിച്ച് പറഞ്ഞെന്ന് പറഞ്ഞ്, എനിക്ക് പറ്റണില്ല, ഞാൻ പരിശ്രമിക്കാഞ്ഞിട്ടല്ല, ഞാൻ കഷ്ടപ്പെടാഞ്ഞിട്ടല്ല, എന്നെക്കൊണ്ട് ചെയ്യാവുന്ന മുഴുവൻ ഞാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോരുത്തർ ഇന്റലക്ച്വൽ കപ്പാസിറ്റി എല്ലാവരുടെയും ഒരുപോലെ അല്ലല്ലോ. ചിലർക്ക് 2 വട്ടം എഴുതും, ചിലർക്ക് 10 വട്ടം എഴുതേണ്ടി വരും. ഇപ്പം വെച്ച് അയാളുടെ കാല് പിടിച്ച് കരഞ്ഞു, ലിറ്ററലി. എന്നാലും ഒരു സ്നേഹത്തിന്റെ ഒരു വാക്ക്, അന്ന് പോട്ടെ, ഇറ്റ്സ് ഓക്കെ, അടുത്ത പ്രാവശ്യം കിട്ടും, വിഷമിക്കണ്ട, നമുക്ക് നോക്കാം, ഒരിക്കൽ പോലും പുള്ളി പറഞ്ഞു. അപ്പൊ ഈ പെങ്കൊച്ചിന്റെ കൂടെ ഇതിന് പഠിച്ചുകൊണ്ടിരുന്ന, ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഓൺലൈനായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന വേറൊരു പയ്യനുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റഡി വിഷയവുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇവളിങ്ങനെ ഭർത്താവിൽ നിന്നുണ്ടാകുന്ന വിഷമങ്ങളൊക്കെ പറഞ്ഞ് ഇവനിതെല്ലാം കേൾക്കും. എന്നിട്ട് പറയാം, കുഴപ്പമില്ല, വിഷമിക്കണ്ട, എല്ലാം രക്ഷപ്പെടും, എല്ലാം ഓക്കെ ആവും. ഇവൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോഴേ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞ പുള്ളി ഇങ്ങനെ കാട്ടുപോത്തിനെ പോലെ നിൽക്കുന്നത്. ഇവളെന്ത് ചെയ്യും? ഈ പയ്യനെ വിളിച്ചിട്ട് അവളൊക്കെ സമയപ്രായത്തിൽ വിളിച്ച് വിഷമങ്ങളൊക്കെ പറയും. പുള്ളി അതൊക്കെ കേൾക്കും. അവസാനം ഇവളെന്നെ ഇത് കെട്ടിയവനെ ഇട്ടിട്ട് അവൻ്റെ കൂടെ പോയി. എൻ്റെ അടുത്ത് വരുമ്പോൾ ഇങ്ങനൊരു കാര്യത്തിനൊക്കെ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ വന്നത്. കാരണം ഇപ്പോൾ ലീഗലി മറ്റേ പള്ളിയിൽ നിന്നുള്ള ഇത് കിട്ടിയിട്ടില്ല. പക്ഷേ അവൾ ഈ പയ്യനെ കല്യാണം കഴിച്ചു, രജിസ്റ്റർ ചെയ്തു. പറഞ്ഞു, എൻ്റെ അച്ഛൻ എന്നെ ഒന്ന് കേൾക്കാൻ, ഇത്ര നാൾ കൂടെ ഉണ്ടിട്ട് എന്നെ ഒന്ന് കേൾക്കാൻ പുള്ളി 1 മിനിറ്റ് സമയം കാണിച്ചിട്ടില്ല. എനിക്കുമില്ല അച്ഛാ വേദനകൾ, എനിക്കുമില്ല ബുദ്ധിമുട്ടുകൾ, എനിക്കുമില്ല സങ്കടങ്ങൾ. ഇതൊന്നും ഞാൻ ആരോട് പറയും? എൻ്റെ ഭർത്താവിനോടല്ലാതെ ഈ വിഷമം ഞാൻ പിന്നെ ആരോടാ പറയുന്നത്? എന്നെ കേൾക്കാൻ തയ്യാറായിട്ടില്ല. എനിക്ക് തെറ്റുപറ്റി, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് തെറ്റുപറ്റി. പക്ഷേ എൻ്റെ അപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് അതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. അത്രയും തകർന്നും അത്രയും ഭാരപ്പെട്ടും മറ്റൊരു ദേശത്ത് ആരും മനസ്സിലാക്കാനില്ലാതെ, ആരോട് പറയാനില്ലാതിരുന്നപ്പോൾ ഞാൻ എൻ്റെ വിഷമങ്ങളൊക്കെ ഒരാളോട് പങ്കുവെച്ചു. അവൾ എന്നെ കേൾക്കാൻ തയ്യാറായി. തന്നെ കേൾക്കാൻ തയ്യാറായി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഭർത്താവിനിട്ടിട്ട് ഈ പുള്ളിയുടെ കൂടെ ജീവിക്കാൻ തീരുമാനമെടുത്തത്. വേറെ ഒരു കാരണവുമില്ല. ആലോചിച്ച് നോക്കിയേ. നമ്മുടെ എത്രയോ പിള്ളേര്, കുടുംബത്തിൽ എത്രയോ മക്കൾ ഇന്ന് വഴിതെറ്റി പോകുന്നതിന് ഒരു കാരണം എന്താണെന്നറിയാം? അപ്പനും അമ്മയ്ക്ക് ഇവരെ കേൾക്കാനൊന്നും ഒരു സമയമില്ല. അവർക്ക് കാശുണ്ടാക്കാനേ സമയമുള്ളൂ. അവർക്ക് അവരുടേതായ മുറിയിലിരുന്നും ഫോണും തോണ്ടിയും ഫേസ്ബുക്കും കണ്ടും മക്കളെ ഒന്ന് കാണാനോ കേൾക്കാനോ സ്നേഹത്തിൽ ചേർത്ത് പിടിക്കാനോ സ്നേഹത്തിന്റെ തലോടലുകൾ നൽകാനോ ഒന്നും അപ്പനും അമ്മയ്ക്ക് ഒന്നും സമയമില്ല. ഒരു പെങ്കൊച്ച് പറഞ്ഞു, എന്താ വെച്ചാൽ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ കൂടെ ഒന്ന് ഇരുന്നിട്ട് 6-7 വർഷമായി. ചുമ്മാ ഒന്ന് ഇരുന്നിട്ട് ഞാൻ എന്തെങ്കിലും ഒരു വാക്ക്, നേരത്തെയൊക്കെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ എല്ലാം പോയി അടുക്കളയിൽ പോയി അമ്മയുടെ പുറകെ നടന്ന് എല്ലാം പറയും. സ്കൂളിൽ ചെന്ന് അവിടെ ഉണ്ടായി, ഇതുണ്ടായി എല്ലാം പറയുമായിരുന്നു. കുറച്ച് പറഞ്ഞു, നിങ്ങൾക്ക് വേറെ പറയാനില്ലേ? എപ്പോഴും തന്നെയല്ലേ എല്ലാം നടക്കുന്നത്.
പിന്നെ കുഞ്ഞുവിനെ ആരോട് പറയാനാ? പിന്നെ ആ കൊച്ചു അപ്പനോടും പറയാതെ അമ്മയോടും പറയാതെ, പിന്നെ കൂട്ടുകാരോടുമായി സംസാരം. അവരാവും പിന്നെ ഇതെല്ലാം കേട്ടോളും, അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചോളും. അതുകൊണ്ടാണ് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, യാക്കോബിന്റെ ലേഖനം 1:19 ഒന്ന് വായിച്ച്. യാക്കോബ് 1:19. പ്രിയ സഹോദരൻ, ഒരു കാര്യം ഓർമ്മിക്കുവിൻ, നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരുമായിരിക്കണം. ഇവരോട്, അത്രയും തകർന്നു നിൽക്കുന്ന ഒരാളോട് പിന്നെ നമ്മുടെയും കൂടിയും ബാക്കിയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവരവസ്ഥ? ആലോചിച്ച് നോക്കിയേ. കുടുംബത്തിൽ അങ്ങനെയൊക്കെ വല്ലാതെ ഭാരപ്പെട്ട് നമ്മൾ അവരുടെ അവസ്ഥ മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ പരാജയപ്പെട്ടിരിക്കുമായിരിക്കും, ചിലപ്പോൾ ദുഃഖിച്ചിരിക്കുമായിരിക്കും, നിരാശപ്പെട്ടായിരിക്കും ഇരിക്കുന്നത്. അതിൻ്റെ പേര് നമ്മൾ വീണ്ടും അവരെ അടിക്കാൻ പോകരുത്. അല്ലെങ്കിൽ നിൻ്റെയൊക്കെ കയ്യിരിപ്പ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, നീയൊക്കെ എത്ര നാളായടാ നിന്റെ പുറകെ കടന്ന് പറയാൻ തുടങ്ങിയിട്ട്. ആ സമയത്ത് അങ്ങനെ പറയരുത്. കാരണം ഇവരുടെ മനസ്സിനെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ അസ്വസ്ഥപ്പെട്ട് ആകുലപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ആശ്വാസവാക്ക് കിട്ടേണ്ട ഇടങ്ങളിൽ നിന്നും വിപരീതമായിട്ട് വന്നാൽ ഇവർ കംപ്ലീറ്റ് തകർന്നു പോകും. നമ്മൾ എന്ത് ചെയ്യണം? അവരെ ചേർത്ത് പിടിച്ചിട്ട് കേൾക്കണം. ചുമ്മാ കേൾക്കുക. കുറച്ചേരം ചുമ്മാ ഇരുന്ന് കേൾക്കുക. എന്താണ് പ്രശ്നം, എന്നാ മോളെ പറ്റേ, എന്നാ മോനെ പറ്റേ, കേൾക്ക്. ഇത് പിള്ളേർക്ക് പറയാനൊരു സ്പേസ് ഇല്ല, കേൾക്കാനൊരു ആരുമില്ല. ഇതൊക്കെ വലിയ പ്രശ്നമാണ്. കുടുംബത്തിലൊക്കെ പ്രായമായവർ കിടക്കുന്നുണ്ടോ? അവരുടെയൊക്കെ ഏറ്റവും വലിയ വേദന എന്താണെന്നറിയാമോ? ഞങ്ങളെ കേൾക്കാൻ ആരുമില്ല അച്ഛാ, ഞങ്ങളെ കേൾക്കാൻ ആരുമില്ലെന്നാണ് പറയുന്നത്. വെറുതെ കിടക്കുക. പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് കൊടുന്ന് ഭക്ഷണം ഇട്ടിട്ട് പോകും. അത് കിട്ടുന്നുണ്ട്. അതായത് പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ വചനം പറയുന്നത് നമ്മൾ കേൾക്കുന്നതിൽ സന്നദ്ധയുള്ളവരും പറയുന്നതിൽ തിടുക്കം കൂട്ടാത്തവരാകണം. അടുത്തത് സങ്കീർത്തനം 42:11. പ്രത്യാശയുടെ വാക്കുകൾ ആ സമയത്ത് അവരോട് സംസാരിക്കണം. കാരണം അവർ നിരാശപ്പെട്ട് നിൽക്കുക, ആകുലപ്പെട്ട് നിൽക്കുക. ആ സമയത്ത് നമ്മൾ ഒരിക്കലും അവരുടെ പ്രതീക്ഷയും പ്രത്യാശയും കളയുന്ന വാക്കുകൾ ഒന്നും പറയരുത്. എല്ലാം ശരിയാവും, എല്ലാം ഓക്കെ ആവും, ഇത് കടന്നു പോകുന്നേ, ഓക്കെ, വിഷമിക്കണ്ടെന്നേ, മനസ്സിലാവുന്നുണ്ട്, എല്ലാം ഓക്കെ ആവും, നമ്മൾ പ്രത്യാശയുടെ വാക്കുകൾ മാത്രമേ ആ സമയത്ത് പറയാവൂ. അതാണ് സങ്കീർത്തകൻ പറയുന്നത്, എൻ്റെ ആത്മാവേ നീ എന്തിന് വിഷാദിക്കുന്നു, എൻ്റെ ആത്മാവേ നീ എന്തിന് നെടുവീർപ്പെടുന്നു, കർത്താവിൽ പ്രത്യാശ വയ്ക്കുവിൻ. അത്രയും നെടുവീർപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും വിഷാദിച്ചും സങ്കടപ്പെട്ടും ദുഃഖിച്ചും കഴിയുന്ന സമയത്ത് പറയാം, കർത്താവിൽ പ്രത്യാശ അർപ്പിക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യാശയുടെ വാക്കുകളെ നമ്മൾ ഈ സമയത്ത് നമ്മുടെ കുടുംബാംഗങ്ങളോട്, കൂടെയുള്ളവരോട് നമ്മൾ സംസാരിക്കാവൂ. മൂന്നാമത്തത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ആ വിഷയം തന്നെയാണ്. നമ്മുടെ കുടുംബം, ജീവിത പങ്കാളി, മക്കൾ വല്ലാത്ത വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അറിയാമോ? നമ്മൾ അവരെ ചേർത്ത് പിടിച്ചിട്ട് അവർക്കൊരു സ്പേസ്, അതായത് ഈ വേദനയിൽ എന്നെ ചേർത്ത് പിടിക്കാൻ ഒരു സ്പേസ് ഇവിടെ ഉണ്ട്, ഒരു സ്ഥലമുണ്ട്. എനിക്ക് എൻ്റെ വേദന ഓപ്പൺ ആയിട്ട് പങ്കുവെക്കാൻ ഒരു സ്പേസ് എനിക്കിവിടെ ഉണ്ട്, ഒരു സ്ഥലം ഇവിടെ ഉണ്ട്. അത് നമ്മൾ കൊടുക്കണം. അതല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകും പിള്ളേർ. അല്ലെങ്കിൽ അവർ ഈ ചത്ത് കളഞ്ഞാൽ മതി, ആത്മഹത്യ ചെയ്താൽ മതി എന്നൊക്കെ ചിന്തിക്കുന്നത്. അത് ഇത് നിസ്സാര കാര്യമൊന്നുമില്ല. ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കലാപരിപാടിയാണത്, ജീവിതം അവസാനിപ്പിക്കുന്നത്. സമയം കൊണ്ട് വായിച്ചാൽ മതി. എഫേസ്യസ് 4:2 ഫിലിപ്പി 2:3-4 തിരുവചനങ്ങളിൽ അത് പറയുന്നുണ്ട്. നാലാമത്തത്, നമ്മൾ ഇവരോടൊപ്പം പ്രാർത്ഥിക്കണം. ഇങ്ങനൊരു അസ്വസ്ഥപ്പെട്ട് നിൽക്കുമ്പോൾ അവരെ വിളിച്ചിട്ട് വാ, നമുക്ക് കുറച്ച് സമയം പ്രാർത്ഥിക്കാം. വാ, വിഷമിച്ചിരിക്കുകയാണോ, പരാജയത്തിൻ്റെ വിഷമത്തിലാണോ, കുഴപ്പമില്ല, നമുക്ക് ഒരിച്ചിരി സമയം നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എന്നിട്ട് ചുമ്മാ ഇരുന്ന് അവരുടെ കൂടെ ഇരുന്ന് ഏതാനും സമയം നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും. നമ്മൾ അവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന അവരെ കൂടെ ഇരുത്തിയിട്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രൈസ് ലോർഡ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ അവസാനം നമ്മൾ അവരോട് അവസ്ഥ മനസ്സിലാക്കി അവർക്കൊരു സ്പിരിച്വൽ ഹെൽപ്പ് വേണം, ഒരു സൈക്കാട്രിക് ഹെൽപ്പ് വേണം എന്ന് തോന്നിയാൽ നമ്മൾ കൊണ്ടുപോകണം. ഹല്ലേലൂയ. ഇത് പലരും തയ്യാറാകുന്നില്ല എന്നുള്ള വലിയ പ്രശ്നമാണ്. എൻ്റെ അടുത്ത് വന്ന എത്രയോ കേസുകൾ എനിക്കറിയാവുന്ന 1-2 സൈക്കാട്രിയുടെ ഡോക്ടേഴ്സ് ഉണ്ട്. ഞാൻ ഫോൺ വിളിച്ച് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഫോൺ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്ത് ഞാൻ അതേ സമയത്തിന് ഇവിടെ നേരെ പറഞ്ഞു വിടുന്നു. കാരണം നമുക്ക് സംസാരിക്കുമ്പോൾ അറിയാം, ഒരു സൈക്കാട്രിക്കാണ്, അതായത് മാനസിക അസ്വസ്ഥപ്പെട്ട് നിൽക്കുകയാണ്. ചിലപ്പോൾ 1-2 ആഴ്ച മരുന്ന് കഴിച്ചാൽ തീരാനുള്ള പ്രശ്നമുള്ളൂ. അതിനും അത് വലിയൊരു പ്രശ്നമായിട്ട് നാട്ടുകാരറിയും വീട്ടുകാരറിയും എന്ന് പറഞ്ഞുകൊണ്ട് പൊതിഞ്ഞു പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കൊണ്ട് നടക്കും. എന്ത് കാര്യമുണ്ട്? അത് അവർക്കൊരു വൈകാരിക മാനസിക 2 ആഴ്ച 3 ആഴ്ചയൊക്കെ മരുന്ന് കഴിച്ചാൽ തീരാനുള്ള പ്രശ്നങ്ങളെ പലതുള്ളൂ. പക്ഷെ അത് നമ്മൾ ദീർഘിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടില്ല.
അതുകൊണ്ട് അങ്ങനൊരു ഉപദേശമോ ആത്മീയ ഉപദേശം കൊണ്ട് ഓക്കെ ആവുമെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തേക്കോ, അതെല്ലാം നമുക്ക് മാനസികമായി അത്രയും തകർന്നു നിൽക്കുവാണ്, നമുക്കൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ നമ്മൾ അതിന് ധൈര്യം എടുത്ത് കൊണ്ടുപോകണം. അവരോട് ചോദിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല അതിന്. ഹല്ലേലൂയ. ചിലതൊക്കെ നമ്മൾ പിടിച്ച് വലിച്ചോ കൊണ്ടുപോകുകയല്ലേ. മാനസിക രോഗം മൂത്ത് കഴിഞ്ഞാൽ എന്നെ ചെയ്യും? എന്നെ ചെയ്യും? നമ്മൾ വലിച്ച് മുറുകിയിട്ടാണേലും കൊണ്ടുപോകും അല്ലേ. അപ്പോൾ ആ മാനസിക അസ്വസ്ഥതകൾ ആരംഭ സമയത്ത് നമ്മൾ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട കേസാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഒരു അച്ഛൻ്റെ അടുത്തോ കൗൺസിലറിൻ്റെ അടുത്തോ പ്രാർത്ഥന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണെങ്കിൽ അവരെ അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. അതിന് നമ്മൾ ഒരു വീഴ്ചയും വരുത്തരുത്. അതിന് നമ്മൾ ഒരു വിഷമവും വിചാരിക്കരുത്. നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. അവരുടെ വൈകാരികമായി തകർന്നു നിൽക്കുന്ന അവസ്ഥയിൽ അവരെ നമ്മൾ സഹായിക്കാനാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ നമ്മൾ എല്ലാ വഴികളും എടുക്കണം. അതിനെ പറഞ്ഞിരിക്കുന്ന വഴികളാണ് ഇതെല്ലാം. ഉറക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയിപ്പോൾ ശാരീരികമായിട്ട് രോഗാവസ്ഥയിലാണെങ്കിൽ യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ അവരെ തൈലാഭിഷേകം നടത്താൻ വേണ്ടി യാക്കോബിൻ്റെ 5-ാം അധ്യായം വായിക്കുന്നത്, ഏതെങ്കിലും ശ്രേഷ്ഠന്മാരുടെ അടുത്ത് കൊണ്ടുപോയി തൈലാഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുക. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കുമ്പസാരിപ്പിച്ച് അവരെ പ്രാർത്ഥിപ്പിക്കുക. അപ്പോൾ ശരീരത്തിന് സൗഖ്യം കിട്ടും. പിന്നെ എന്നാ ചെയ്യുന്നത്? അവരെ അനുകമ്പയോടെ ശുശ്രൂഷിക്കുക. ഈശോ അതാ പറഞ്ഞത്, എനിക്ക് ഈ ജനത്തോട് അനുകമ്പ തോന്നുന്നു ഭക്ഷണമില്ലാതെ ഇരുന്നപ്പോൾ. മൂന്നാമത്തേത്, അവർക്ക് ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി ഉണ്ടാകാം. രോഗികളായി കിടക്കുന്നവർക്ക് ഭക്ഷണം വേണം, മരുന്ന് വേണം, അവർക്ക് സ്നേഹം വേണം. അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഇവർക്ക് ആത്മീയ കെയർ ആഗ്രഹിക്കുന്നുണ്ടാവും. ചില മക്കൾ എങ്ങനെയെന്നറിയോ, മരുന്ന് മേടിച്ചു കൊടുക്കും, ഭക്ഷണം കൊടുക്കും, എല്ലാം ചെയ്യും. അമ്മ എടാ എന്നൊന്ന് പള്ളിയിൽ നിന്ന് കൊണ്ടുപോവാടാ, ഒന്ന് കുമ്പസാരിക്കാൻ. വെറുതെ കട്ടിലേക്ക് കിടക്കും. എന്ത് പാപം ചെയ്തോട്ടെ ഇപ്പൊ കുമ്പസാരിക്കാൻ? ചുമ്മാ ഞങ്ങളിവിടെ വെറുതെ രാവിലെ മുതൽ വൈകിട്ട് വരെ പാപം ചെയ്തിട്ട് കുമ്പസാരിക്കുന്നില്ല. അപ്പോഴാണ് തള്ള വെറുതെ കട്ടിലേക്ക് കിടക്കുന്നത്, കൊന്തം ചെല്ലി കിടക്കുന്നത്. തള്ളക്ക് എന്ത് പാപം ഉണ്ടാട്ടോ കുമ്പസാരിക്കാൻ പോകാൻ? അവിടെ കിടക്കുന്നല്ലേ. എടാ ഈസ്റ്റർ ആയില്ലടാ, ക്രിസ്മസ് അല്ലേടാ. ബാക്കിയെല്ലാം ചിലപ്പോൾ ചെയ്യും. നമുക്ക് അതാണല്ലോ, ആ കിടക്കുന്ന വ്യക്തിക്ക് ഉപരി ആനന്ദം തരുന്ന വിഷയങ്ങൾ എന്താണ്, അതുകൂടി നമ്മൾ കെയർ ചെയ്യണം എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കൃത്യമായിട്ട് 1 യോഹന്നാൻ 3:17-18 വചനങ്ങളിലൊക്കെ അത് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവരെ ശുശ്രൂഷിക്കുമ്പോൾ നമ്മളെപ്പോഴും 1 കൊരിന്ത്യർ 13-ാം അധ്യായം പറയുന്ന പോലെ നമുക്ക് സ്നേഹം സകലതും സഹിക്കുന്നു, സ്നേഹം സകലതും ക്ഷമിക്കുന്നു. നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നരുത്. കുറച്ച് കഴിയുമ്പോൾ മടുക്കുപോയി. ഈ രോഗികളായി വീട്ടിൽ കിടക്കുന്ന തളർന്ന് കിടക്കുന്നവരെയൊക്കെ നോക്കി ചിലർ പറഞ്ഞ്, മടുത്തച്ച ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ വായെന്ന് വരുന്ന മലമൂത്ര വിസർജനം വരെ നമ്മളെടുക്കുന്നത്, എന്നാൽ ഇതിൻ്റെ വായെന്ന് ഇന്ന് വരെ ഒരു നല്ല വാക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല അച്ഛ. അപ്പോൾ നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരിക്കട്ടെ. അവർക്ക് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിൽ സൂക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ ഒരു കരുത്തെടുത്താൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ഒത്തിരി ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ വെളിപ്പെടുത്തലുണ്ടാവും.